അങ്ങേയറ്റം ധാർഷ്ട്യത്തിൽ ഇയാൾ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പുലമ്പിയത് എന്തൊക്കെയാണെന്നൊന്ന് കേട്ടു നോക്കാം. 6 മാസം മുമ്പ് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, പഴയ വിഷയമാണ്, പഠിക്കാമെന്നാണ്. ഇപ്പോൾ എന്റെ മുമ്പിൽ അത് റവന്യൂ മിനിസ്റ്റർ എറണാകുളത്താണ്, അമ്പലമുകളിലാണ്, മിനിസ്റ്റർ ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററാണ്. താങ്കൾ ഈ സ്ഥാനത്തേക്കുമ്പോൾ കുറെ മനുഷ്യർ കുറെ കാലങ്ങളായിട്ട് അവിടെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് റീസൺ ശ്വാസതടസ്സമാണെന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാവുന്നു. നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നം നമ്മുടെ മുൻപിലുള്ള റവന്യൂവിനോട് പരിശോധിക്കാൻ പറയും. ഒരു പദ്ധതി ഇല്ല, നമുക്ക് നിയമം ചട്ടം അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും ഹൈക്കോടതി ചാനലുകൾക്ക് ഹൈക്കോടതി പറഞ്ഞാൽ അപ്പൊ തന്നെ തീരുമാനം എടുക്കില്ലേ? ആരാ ഭൂമി ഏറ്റെടുക്കേണ്ടത്? ഒന്നുകിൽ സർക്കാരോ അല്ലെങ്കിൽ കമ്പനികളോ ഈ ഭൂമി അല്ല, ഒരു ഉത്തരവ് കാണിക്കും. ഉത്തരവല്ല, ഹൈക്കോടതി രൂക്ഷ വിമർശനം. അല്ല, വിമർശനം എന്ന് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോടതി ഓപ്പൺ കോർട്ടിൽ പറയുന്നതൊന്നും വിധിയല്ല. ഞാൻ വിധി അല്ലെങ്കിൽ അത് രൂക്ഷ വിമർശനം എന്ന് പറയാം. കോടതി ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കോടതി ഓപ്പൺ കോർട്ടിൽ പലതും ചോദിക്കും. അത് ഞാൻ പറയുന്നത് കേക്ക്. നിസ്സാരല്ലോ. നിങ്ങൾ ചാനലിനൊരു വിഷയം വേണം, നിങ്ങൾക്ക് അത് അപ്പം തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി. ഞാൻ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങൾ പറഞ്ഞത് എന്താ? ഹൈക്കോടതി രൂക്ഷ വിമർശനം. ഓപ്പൺ കോർട്ടിൽ നടക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ വിമർശനം ചോദിക്കും, കണക്കെവിടെയെന്ന് ചോദിക്കും. ഇത് വസ്തുതയിലേക്ക് കോടതിക്ക് എത്താനുള്ളതാണ്. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ തന്നെ കോടതി പറഞ്ഞു, മാധ്യമങ്ങൾ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. വിധിയാണ് ബൈൻഡിങ്. പിന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ചുകൊണ്ട് ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. ഈ പ്രശ്നം നേരത്തെ വന്നപ്പോൾ കളക്ടറും എല്ലാവരും ബന്ധപ്പെട്ട ഘട്ടത്തിലും അന്നും പറഞ്ഞത് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് BPCന്റെ പദ്ധതി വരുമ്പോൾ ഈ സ്ഥലത്തിന് ആവശ്യമാണെങ്കിൽ അപ്പോൾ ഏറ്റെടുക്കും. ആവശ്യമാണെങ്കിൽ അപ്പോൾ ഏറ്റെടുക്കും. അവിടുത്തെ മനുഷ്യരുടെ രോഗാവസ്ഥയിലേക്ക് പോയി. ഞാൻ പറയുന്നത്, ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ താങ്കൾക്ക് എന്തെങ്കിലും ഇടപെടൽ നടത്താനുള്ള ശ്രമം താങ്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല? നിങ്ങളുടെ ചോദ്യം നിന്നോട്ടെ. എനിക്ക് നിങ്ങൾ ചോദ്യത്തിന് എല്ലാ ഉത്തരം പറയും. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ല. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ലെന്ന്. അല്ല, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ല. അതെ, നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്തൊഴിഞ്ഞു? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയലല്ലോ എന്റെ ജോലി. ആയിരിക്കും, ചോദിച്ചുകൊണ്ടേയിരിക്കുക. എത്ര വർഷമായി റിപ്പോർട്ട് ചെയ്യുന്നു? അല്ല, എത്ര വർഷമായി റിപ്പോർട്ട് ചെയ്യുന്നു? ഞാനിപ്പം ആയില്ലേ ഉള്ളൂ. നിങ്ങൾ എത്ര? അല്ല, നിങ്ങൾ ഞാൻ 6 മാസം മുമ്പ് താങ്കളോട് ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. താങ്കൾ അതേ ഉത്തരം പറയുന്നത് എന്റെ ശ്രദ്ധയില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്. താങ്കൾ ഒറ്റ കാര്യം പറഞ്ഞത്, അവിടുത്തെ മനുഷ്യർ ഉന്നയിക്കുന്ന വിഷയം സീരിയസ് വിഷയമല്ലെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വേറെ എന്താ ചോദിക്കാനുള്ളവർക്ക്? മാധ്യമ പ്രവർത്തനം പഠിക്കേണ്ടത് ഞാൻ പറയാം. ഞാൻ മാധ്യമ പ്രവർത്തന ആയതുകൊണ്ട് പറയാണ്. നിങ്ങൾ എങ്ങ് വന്നിട്ട് നിങ്ങൾ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനൽ എഴുതി കാണിച്ചു, മന്ത്രി വാക്ക് പാലിച്ചില്ല. ഞാൻ ഏത് വാക്ക് കൊടുത്തു? ഏത് ഉത്തരവാദിത്തത്തിലാണ് നിങ്ങൾ എഴുതി കാണിക്കുന്നത്? താങ്കൾ ഫോണിലൂടെ ഞാൻ എന്ത് സംസാരിച്ചു? അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എന്നോട് സംസാരിച്ചതിന് ശേഷം വേണ്ടേ നിങ്ങൾ എഴുതി കാണിക്കാൻ? പറഞ്ഞല്ലോ. നിങ്ങളെ ഒഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നം പരിശോധിക്കും, എന്താന്ന് നോക്കും. മതിയില്ല, അത്ര ഉത്തരം മതിയില്ലേ? അല്ല, എന്റെ ഭാഗമല്ലാന്നത്. ഇത് റവന്യൂവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്നതിൽ ഒരു സംവിധാനമുണ്ട്. നമ്മുടെ മുൻപിൽ വന്ന് എന്റെ അടുത്ത കാലത്ത് ഒന്നൊരു നിവേദനം എന്റെ മുമ്പിൽ വന്നിട്ടില്ല. നേരത്തെ വന്നിട്ടുണ്ടാവും. ആ വന്ന ഘട്ടത്തിൽ അത് കൈമാറിയിട്ടുണ്ടാവും, പരിശോധിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ ചാനലുകൾക്ക് ഇപ്പോൾ ഒരു രീതിയുണ്ട്. നിങ്ങൾക്കൊരു വിഷയം ഉണ്ടാവും, ആ വിഷയത്തിൽ നിങ്ങൾ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ചോദ്യം ചോദിക്കുക. അങ്ങനെയല്ല. ഞാൻ എഡിറ്ററായും മുഖ്യ പത്രാധിപരായും പ്രവർത്തിച്ചിരുന്ന ആളാണ്. നിങ്ങൾ കുട്ടികളല്ലേ, അപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ 35 കൊല്ലമായി റിപ്പോർട്ട്. നിങ്ങൾക്ക് 35 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ. ആയിക്കോട്ടെ, ഞാൻ ആ തർക്കത്തിനില്ല. ഞാൻ ഈ റിപ്പോർട്ടർ ചാനലില് ഞാൻ എന്ത് പറയണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? റിപ്പോർട്ടർ ചാനലിന്റെ ആദ്യത്തെ ഇതിനകത്ത് എന്നെ വിളിച്ചിരുന്നു ക്ലാസ് എടുക്കാനായിട്ട്. ഫസ്റ്റ് നിങ്ങളെന്നില്ലാന്ന് തോന്നുന്നു തുടങ്ങിയത്. ഇങ്ങനെയല്ല ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളെന്താ ഈ പോലീസ് സ്റ്റേഷൻ ചോദിക്കുന്ന പോലെയാണോ ഉത്തരവാദപ്പെട്ട ആളോട് ചോദ്യം ചോദിക്കുന്നത്? നിങ്ങളെന്താ കരുതിയ ഞങ്ങൾ നിങ്ങളുടെ ഒരു പരിധാരണയിൽ ജീവിക്കുന്നവരാണെന്നാണ്? അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? ഇനി രാജീവിനോടൊരു വാക്ക്. താൻ രാജാവല്ല, വെറും ഒരു മന്ത്രിയാണെന്നും ജനങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചാൽ തീരാവുന്നതേയുള്ളൂ തൻ്റെ മന്ത്രിപ്പണിയെന്നും അഹങ്കാരം തലയ്ക്ക് പിടിക്കുമ്പോൾ ഓർത്താൽ നന്ന്.